മൊബൈലിൻ്റെ ആക്സസിബിലിറ്റി സെറ്റിംഗ്സിൽ ഒരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ പല കാര്യങ്ങളും ഷോർട്ട് കട്ടായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ ഇത് ഉപകാരപ്രദമായിരിക്കും. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മൊബൈലിൻ്റെ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ഹോം ബട്ടൺ ഇതൊക്കെ പെട്ടെന്ന് കേടുവരുന്നുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടാണ് മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും ഒരിക്കലും തന്നെ കേടുവരാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഏതാണ് ഓപ്ഷൻ, എങ്ങനെ എനേബിൾ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ രണ്ട് മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് സാംസങ്, അതുപോലെ തന്നെ ഒന്ന് റിയൽമി. രണ്ടിലും വ്യത്യസ്തമായ സെറ്റിംഗ്സ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് രണ്ട് മൊബൈൽ എടുത്തിട്ടുള്ളത്. റിയൽമിയുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി ആൻഡ് കൺവീനിയൻസ് എന്ന ഓപ്ഷനാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആക്സസിബിലിറ്റി മെനു എന്ന ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഷോർട്ട് കട്ട് എന്ന ഭാഗം ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വലതുവശത്ത് മുകളിൽ ഒരു സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെറുതായിട്ടാണല്ലോ ഉള്ളത്. അതും നമുക്കൊന്ന് വലുതാക്കാനും സാധിക്കും. റിയൽമിയിൽ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. കണ്ടോ, ഇതൊക്കെ വലുതായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഈ ഒരു ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാൻ സാധിക്കും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഗൂഗിൾ ജെമിനിയൊക്കെ ഇവിടെ അസിസ്റ്റൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ പവർ ബട്ടൺ നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. പവർ ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ബട്ടൺ ഇവിടെ തന്നെയുണ്ട്. വോളിയം അപ്പ്, ഡൗൺ എല്ലാം ഇവിടെ തന്നെയുണ്ട്. അവിടെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ശതമാനം കൂടുന്നതും കുറയുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ റീസെൻറ്റ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻറ്റ് ടാബ് നമുക്ക് ഓപ്പൺ ചെയ്യാം. റീസെൻറ്റ് ബട്ടൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്ക്രീൻ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്വിക്ക് സെറ്റിംഗ്സ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, പിന്നെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും സാധിക്കും. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവെക്കാനും സാധിക്കും. ഇനി സാംസങ്ങിൽ എവിടെയാണ് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് നോക്കാം. സാംസങ്ങിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷൻ തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്ററാക്ഷൻ ആൻഡ് ഡെക്സ്റ്ററിറ്റി എന്ന ഓപ്ഷനാണ് ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അസിസ്റ്റൻറ്റ് മെനു എന്ന ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതൊന്ന് എനേബിൾ ചെയ്തിട്ട് ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ ഒരു ഐക്കൺ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഐക്കൺ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. അവിടെയും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെനു എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് ബട്ടൺ, റീസെൻറ്റ് ബട്ടൺ, ഹോം ബട്ടൺ എല്ലാം ഇവിടെ തന്നെയുണ്ട്. വോളിയം ബട്ടൺ എല്ലാം ഇവിടെ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഏതാണ്, അതിൻ്റെ സെറ്റിംഗ്സ് ചിലപ്പം പല രൂപത്തിലായിരിക്കും ഉണ്ടാകുക. നിങ്ങളുടെ മൊബൈലും നിങ്ങളൊന്ന് ആക്സസിബിലിറ്റി സെറ്റിംഗ്സിലൊന്ന് പോയി നോക്കുക. ഇങ്ങനെയുള്ള സെറ്റിംഗ്സ് എന്തായാലും ഉണ്ടാകും. അതൊന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൻ്റെ പവർ ബട്ടണും വോളിയം ബട്ടണും ഹോം ബട്ടണും ഒന്നും ഒരിക്കലും കേടുവരാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.